ഞാനും എൻ്റെ മരുമോനും മാത്രം മതി. സുഹൃത്തായിരുന്ന കോടിയേരിയുടെ മകനൊക്കെ വീട്ടിൽ പോയിരുന്നാൽ മതി. ഇതാണ് പിണറായി വിജയൻ്റെ രീതി. അതാണ് ബിനീഷ് കോടിയേരിക്ക് 4 തവണ അപേക്ഷ നൽകിയിട്ടും CPM അംഗത്വം പുതുക്കി കൊടുക്കാത്തത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ്. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടോ ഒക്കെ വരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാവായിട്ടോ ഒക്കെ വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവഴി ഈ ബിനീഷ് കോടിയേരി പിടിച്ചങ്ങ് കയറും. ഇയാൾക്കൊരു പ്രത്യേക കഴിവുണ്ട് അങ്ങനെ പിടിച്ചു കയറാൻ. ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ ഒരു സാത്വികത ഒപ്പം ഉണ്ട് എങ്കിലും എല്ലാത്തിലും കയറി അഭിപ്രായം പറയാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒരു പ്രത്യേക കഴിവ് ബിനീഷ് കോടിയേരിക്ക് ഉണ്ട്. അപ്പം അത് പ്രശ്നമായെങ്കിലോ, നാളെ മരുമകനോ തനിക്കോ പ്രശ്നമായെങ്കിലോ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി കൊടുക്കാത്തത് എന്നാണ് പറയപ്പെടുന്നത്. MV ഗോവിന്ദൻ പറയുന്നത് അത് പ്രാദേശിക വിഷയമാണെന്നാണ്. പ്രാദേശിക വിഷയത്തിൽ നിന്നാണ് സംസ്ഥാന സെക്രട്ടറിക്ക് അത് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ കാര്യങ്ങൾ ചോദിച്ചുകൂടെ? ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുതുക്കൽ സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ ഒഴിഞ്ഞ് മാറിയത്. ബിനീഷിന്റെ അംഗത്വം പുതുക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഇത് പറഞ്ഞത്. പാർട്ടി അംഗത്വം പുതുക്കണമെന്ന ബിനീഷിന്റെ അപേക്ഷ 4 തവണയാണ് CPM നിരസിച്ചത്. 2001 മുതൽ 2020 വരെ ബിനീഷിന് CPM അംഗത്വം ഉണ്ടായിരുന്നു. 2020 അംഗത്വം മരവിപ്പിച്ചത്. ബിനീഷ് ലഹരി കേസിൽ അറസ്റ്റിലായതോടെ മരവിപ്പിച്ചു. 2023 കോടതി കുറ്റവിമുക്തനാക്കി. എന്നിട്ടും അംഗത്വം പുതുക്കി കൊടുത്തില്ല. ബിനീഷിന് എന്തുകൊണ്ട് അംഗത്വം നൽകാത്തത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. ബിനീഷ് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ട് പാർട്ടി അത് പരിഗണിക്കുന്നില്ല എന്നൊക്കെയാണ്. അതിൻ്റെ കഥകളാണ്. പക്ഷേ ഇതാണ് സംഭവം. ഒന്നുമില്ല. ബിനീഷ് കോടിയേരി എങ്ങാനും ഉയർന്നു വന്നാൽ മരുമകൻ PA മുഹമ്മദ് റിയാസിനെ എവിടെ കൊണ്ട് കെട്ടും? ഇതൊരു പ്രശ്നമാണല്ലോ. ഇയാളെ എങ്ങനെങ്കിലും പൊക്കണം. എനിക്ക് ശേഷം മരുമകൻ വരണമല്ലോ. വേറെ ആരും വരാനില്ല. മകൻ വിവേകാണെങ്കിൽ ഡൽഹിയിൽ ഗൾഫിലൊക്കെ ബിസിനസ്സാണ്, വരാൻ സാധ്യതയില്ല. പാർട്ടി അത്തരത്തിൽ പ്രവർത്തിച്ച് പരിചയമൊന്നും അദ്ദേഹത്തിനില്ല. മരുമകനാണ് ആകെയുള്ള ഒരു പിടിവള്ളി. അപ്പോൾ തീർച്ചയായിട്ടും ബിനീഷൊക്കെ വന്നു കഴിഞ്ഞാൽ മരുമകന് പണിയാകും. അതുകൊണ്ട് ബിനീഷിനെ തൽക്കാലം അവിടെ നിർത്ത്. അംഗത്വം പുതുക്കി കൊടുക്കണ്ട. അംഗമാണെങ്കിലല്ലേ പാർട്ടിയിലേക്ക് കടന്നു വരൂ. അംഗമല്ലെങ്കിൽ പാർട്ടി അനുഭാവി വോട്ട് ചെയ്യാൻ മാത്രം പോയാൽ മതിയല്ലോ. ഇങ്ങനെ ഒരു മനുഷ്യൻ സകലരെയും വീഴ്ത്തി താനും മരുമകനും മാത്രം മതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല. മുലായം സിംഗ് യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും ഒക്കെ അതൊക്കെ പിന്നെ അവരേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എന്നാലും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉയർന്നു വരികയും ഒക്കെ ചെയ്യും. ഇതുപോലെ അത് വെട്ടി നിരത്തേണ്ട കാര്യമൊന്നുമില്ല. അണികൾ പറയുന്നത് കേട്ടോളൂ. ഇതങ്ങനെയല്ല. എല്ലാവരെയും വെട്ടി നിരത്തി ഒതുക്കി ഞാനും മരുമോനും മാത്രം മതി. അപ്പം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാൽ പിണറായി വിജയനും PA മുഹമ്മദ് റിയാസും മാത്രം മതിയോ എന്ന് സഖാക്കൾ ചോദിച്ചു പോകും.